നിങ്ങൾ ഭയങ്കര തിരക്കാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോക്കോ. പിന്നെ കംപ്ലീറ്റ് മൂഡ് മാറി. എന്താണെന്ന് ചോദിച്ചില്ലേ? നമുക്ക് അയാളോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലല്ല അയാൾ പിന്നെ പെരുമാറിയത്. ഇവിടെ ഹലാലല്ലാത്ത ഭക്ഷണം മാത്രമേ കിട്ടുള്ളൂ. അല്ലാത്ത അത് ആ വീഡിയോയിൽ ഉണ്ട്, ആ എഴുതി വെച്ചത്. അല്ല, അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം എന്റെ വൈഫിന്റെ കയ്യിലൊക്കെ ഞാനിങ്ങനെ വലിയ വിലയുള്ള ഷൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ചിലപ്പോ എന്നെ വിറ്റ് അത്രയൊന്നും പൈസ കിട്ടൂല. അത് VD സതീശന് എന്നെ ഇന്റർവ്യൂ ചെയ്ത വീഡിയോ ആണ്. ഞാൻ അദ്ദേഹത്തിനല്ല ഇന്റർവ്യൂ ചെയ്തത്, അദ്ദേഹം എന്നെയാണ് ഇന്റർവ്യൂ ചെയ്തത്. നമ്മളിപ്പോ ചെയ്യുന്ന ഇന്റർവ്യൂ ഇല്ലേ, ഇത് ഞാൻ കാണാൻ പോകുന്നില്ല. ഞാനല്ലേ അതിനകത്തുള്ളത്, ചവറാന്ന് എനിക്കറിയാലോ. അതെനിക്ക് എന്നോട് എന്തോ വിരോധമുണ്ട്, അല്ലെങ്കിൽ ഇവിടെയുള്ള വേറെ എന്തോ കാര്യത്തിനോട് എന്തോ വിരോധമുണ്ട്. ആ വിരോധം തീർക്കാനാണ് അവർ വരുന്നത്. ആക്ച്വലി ഞങ്ങൾ ഉണ്ടായിരുന്ന എൻ്റയർ സമയത്ത് അവിടെ വേറെ കസ്റ്റമേഴ്സിനൊന്നും അവർ ഭക്ഷണം കൊടുത്തിട്ടേ ഇല്ല. ഗൂഗിളിൽ എങ്ങനെയാ അത്രയും റേറ്റിംഗ് വന്നെന്ന് എനിക്കറിയില്ല. നമ്മുടെ മുന്നിൽ വിശന്നിരിക്കുന്ന ഒരാളുണ്ടാവുമ്പോൾ നമ്മൾ മാത്രം ഭക്ഷണം കഴിക്കുന്നതിന് ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. വേറൊരാളുടെ അപ്രൂവലാണോ എനിക്ക് വേണ്ടത്? കറക്റ്റായിട്ട് ഭാര്യ വിളിക്കുന്നു, ഇവളുടെ അപ്രൂവലാണോ എനിക്ക് വേണ്ടത്? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, എനിക്ക് മനസ്സിലായില്ല. ശശി കളിയാക്കി പറയില്ലേ, ശശി തരൂരിനെ ആരാ കളിയാക്കുക? ശശി തരൂർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ശശി എന്നുള്ള പേരാണോ, ആ മനുഷ്യൻ ചെയ്ത കാര്യങ്ങളാണ്? അപ്പോഴും പേരില്ലേ? അതിനെന്ത് പ്രശ്നം? അപ്പൊ പേരിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? ഇല്ല, ആ വ്യക്തിക്കാണ് ഇമ്പോർട്ടൻസ്. മനുഷ്യനല്ലേ, അസൂയ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടാവും. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. വെൽക്കം. മൃണാളാണ് കൂടെ ഉള്ളത്. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിപ്പോൾ ഏറ്റവും അടുത്ത് നടന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരു ഹോട്ടലിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ള വീഡിയോ ആണ് ഏറ്റവും അടുത്ത് ട്രെൻഡിങ് ആയത്. എന്താ ശരിക്കും സംഭവിച്ചത്? വിശദമായിട്ട് പറയണോ ചുരുക്കി പറയണം? വിശദമായിട്ട് പറ. എൻ്റെ ഫ്രണ്ട് ഇജാസ്, അവൻ സെയിലറാണ്. അവൻ ഇപ്പൊ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ US നിന്ന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സിംഗപ്പൂരോ ഫിലിപ്പീൻസിലോ മറ്റോ പോയി. അവൻ ഇനി ഓസ്ട്രേലിയ എവിടെയോ പോകാൻ പോകണം. അവനിപ്പോ കപ്പലിലാണ്. അവൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവനൊരു കോള് വന്ന സമയത്താണ് അവന്റെ ഉമ്മമ്മയ്ക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ടായി. ഇവൻ ഫ്രീ ആയി. അതായത് ആ പ്രാവശ്യം അവന് പോകാൻ പറ്റിയില്ല. അപ്പൊ അവൻ ഫെബ്രുവരിയിലോ മാർച്ചിലോ മാസം ഫ്രീ ആയി. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോവാം, ഫുഡ് ട്രിപ്പിന് പോവാം. അപ്പൊ എനിക്ക് കൂർഗിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് വിമാനത്തിൽ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് സ്ഥിരമായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയും ഡ്രൈവറും ഉണ്ട്. ആ മനുഷ്യൻ ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തു. ഞങ്ങൾ ബാംഗ്ലൂർ വന്ന് അവിടെ താമസിച്ചു. പിറ്റേന്ന് ഞങ്ങൾ കൂർഗിൽ പോയി. ഞങ്ങൾ കൂർഗി താമസിച്ചു. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഞങ്ങൾ രാവിലെ അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച്, ഈ ഡ്രൈവർ ഉണ്ടല്ലോ, ഈ ആൾക്ക് തലേന്ന് കാശും കൊടുത്തിട്ട് ഏർപ്പാടാക്കിയതാണ് എവിടെയെങ്കിലും പോയി താമസിക്കാൻ. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വണ്ടി കിടന്നുറങ്ങി. പൈസ ലാഭിക്കാൻ മാത്രമല്ല, അയാളൊരു പ്രത്യേക മനുഷ്യനാണ്. അയാളൊരു ജീവിക്കുന്ന രീതിയുണ്ട്. ആ വണ്ടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അയാൾക്ക് ആ വണ്ടി ഭയങ്കര പ്രഷ്യസ് ആണ്. അതെ. അപ്പൊ പൈസ ലാഭിക്കുന്നത് എങ്ങനെ? ആ ബില്ല് ഞാൻ കൊടുക്കൂലേ, പിന്നെ അയാൾക്ക് എന്ത് ലാഭമുള്ള? എനിക്കല്ലേ പൈസ ലാഭം, അയാൾക്കല്ലല്ലോ. അപ്പൊ അയാള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പൊ ഞങ്ങളൊരു 11:30 ഒക്കെ ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഈ ആളുകളോട് ചോദിച്ചിട്ട് ഇങ്ങനെ പരിചയമുള്ള റെസ്റ്റോറൻറ്റിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഗൂഗിളിൽ ഭയങ്കര റേറ്റിംഗ് ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ പോയപ്പോൾ ഒരു കുന്നിന്റെ സൈഡിൽ ഒരു പഴയ വീടാണ്. അവിടെ ഒരു ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുകളിൽ വേണം വണ്ടി നിർത്താൻ, താഴോട്ട് വണ്ടി ഇറക്കാൻ പാടാ. അപ്പം ഞങ്ങൾ 3 പേര് നടന്ന് അവിടെ പോയി. ഞങ്ങൾ പോകുമ്പോൾ അവിടെ വേറെ ഒരു മനുഷ്യനില്ല. ആക്ച്വലി ഞങ്ങൾ ഉണ്ടായിരുന്ന എൻ്റയർ സമയത്ത് അവിടെ വേറെ കസ്റ്റമേഴ്സിനൊന്നും അവർ ഭക്ഷണം കൊടുത്തിട്ടേ ഇല്ല. ഗൂഗിളിൽ എങ്ങനെയാ അത്രയും റേറ്റിംഗ് വന്നതെന്ന് എനിക്കറിയില്ല. വേറെ ആരും അവിടെ വന്നിട്ടില്ല. ആകെ വന്നത് ഒരു ബൈക്കിൽ ഒരാളാണ്. അയാൾ വന്നു, കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ പോയി. വേറെ 2 പേര് ഒരു പട്ടിക്കുട്ടീനെയും കൊണ്ട് അവിടെ വന്നു. അപ്പൊ അവിടുത്തെ ചില ആൾക്കാരുടെ ചില പെരുമാറ്റം കണ്ടിട്ട് പേടിച്ചിട്ട് അവരും ഇറങ്ങിപ്പോയി. അല്ലാതെ വേറെ ഒരു മനുഷ്യനാ വഴിക്കാൻ പറ്റില്ല. എനിവേ, ഇജാസ് എന്റെ ഫോൺ എടുത്തിട്ട് എനിക്ക് വേണ്ടി യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്തു. ഞാനവിടെ മൂലക്കിരിക്കുകയാണ്. ഇപ്പം ഞാനും വിചാരിച്ചു ഇവൻ ഷൂട്ട് ചെയ്യട്ടെ, ഇത് ഷൂട്ട് ചെയ്ത് അത്ര എളുപ്പമാണെന്നുള്ള ഇവൻ മനസ്സിലായിക്കോട്ടെ. അപ്പൊ അവൻ യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ഞങ്ങളവിടെ ഒരു ആണുണ്ട്, ഒരു കുക്ക്, അയാളെ വീഡിയോ കാണാം. ഒരു സ്ത്രീ ഉണ്ട്, അവരെ ആ വീഡിയോ കാണാം.
അവരോടൊക്കെ തമാശ പറയുന്നു, അവർ ചിരിക്കുന്നു. ആ ചിരിക്കുന്നൊക്കെ വീഡിയോയിലുണ്ട്. ഈ സ്ത്രീയാന്ന് തോന്നുന്നു ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ. അവരങ്ങനെയാണ് പെരുമാറുന്നത്. അവർ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആള്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ മാത്രമേ പോർക്ക് കഴിക്കുള്ളൂ, ബാക്കി രണ്ടുപേരും പോർക്ക് കഴിക്കൂല. ആ റെസ്റ്റോറൻറ്റിൽ ബീഫില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഹലാൽ അല്ലാത്ത ഭക്ഷണം മാത്രമേ കിട്ടുള്ളൂ. ഹലാൽ അല്ലാത്ത ഭക്ഷണം? അത് ആ വീഡിയോയിലുണ്ട്, ആ എഴുതി വെച്ചത്. സാധാരണ ഹലാല ഭക്ഷണം ഞാൻ കണ്ടിട്ട്, അല്ലാത്തതൊന്നും അങ്ങനെ ആരും ഫോക്കസ് ചെയ്ത് ഇപ്പൊ അവരുടെ റെസ്റ്റോറന്റ് അവർക്ക് എന്ത് വേണം എഴുതി വെക്കാം, അവരുടെ ഇഷ്ടല്ലേ. നിങ്ങൾ അവര് വിളിച്ചുകൊണ്ട് പോയിട്ട് ഭക്ഷണം കഴിച്ചോന്ന് നിങ്ങൾക്ക് ഇപ്പൊ അവിടെ പോയി നിങ്ങൾ കഴിക്കുന്നു. അവര് അവരുടെ കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എനിവേ ഇവര് ചിക്കൻ ഓർഡർ ചെയ്തു. ബീഫ് അവിടെ കിട്ടാത്തതുകൊണ്ട് ചിക്കൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഗീ റൈസും എന്തോ ഒരു ബ്രെഡും ചിക്കനും ഓർഡർ ചെയ്തിട്ട് ഇവർ കാത്തിരിക്കുകയാണ്. പോർക്ക് എനിക്ക് വളരെ പെട്ടെന്ന് വരെ കൊണ്ടുതന്നു. ഭയങ്കര ടേസ്റ്റാണ് പോർക്കിന്. അപ്പോൾ മടിക്കേരി പോയി പോർക്ക് കഴിക്കാന്ന് പറയുന്ന ഒരു രസമുള്ള കാര്യം. ഞാനത് ഒറ്റയ്ക്ക് ഹാപ്പി ആയിട്ട്, നമ്മുടെ മുന്നിൽ വിശന്നിരിക്കുന്ന ഒരാളുണ്ടാകുമ്പോൾ നമ്മൾ മാത്രം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. 1 മണിക്കൂർ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഇവര് ഇത് കഴിക്കുന്നില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. പോർക്ക് കഴിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരാള് വന്നു. അയാള് അവിടുത്തെ ജോലിക്കാരനോ ആരോ ആണ്. ഈ സ്ത്രീ ഇടയ്ക്ക് വന്ന് വെള്ളമൊക്കെ ഒഴിച്ചു തരുന്നൊക്കെ ഉണ്ട്. അപ്പം ഇവരോടാ ചോദിക്കുന്നത്, എന്നോടല്ല ചോദിക്കുന്നത്. നിങ്ങൾ വേറെന്താ ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇന്ന പോലെ ഗീ റൈസ് അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അയാൾ എന്നിട്ട് അകത്തേക്ക് പോയി. പിന്നെ അയാള് ഈ ബ്രെഡും കൊണ്ട് ഞങ്ങളുടെ ടേബിളിലേക്ക് വന്നു. ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ വിശന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചാടി വീടും ബ്രെഡ് ഇങ്ങനെ പച്ചക്ക് തിന്നുകയാണ്. അപ്പോഴും പോർക്ക് കഴിക്കുന്നില്ല. അപ്പോൾ ഇജാസ് പറഞ്ഞു ആ ചിക്കൻ ഒന്ന് പെട്ടെന്ന് കൊണ്ടുതരാമോ. അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ ഭയങ്കര തിരക്കാണ്, നിങ്ങൾ ഇറങ്ങിപ്പോക്കോ. പിന്നെ കംപ്ലീറ്റ് മൂഡ് മാറി. എന്താണെന്ന് ചോദിച്ചില്ലേ? നമുക്ക് അയാളോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലല്ല അയാൾ പിന്നെ പെരുമാറിയത്. ഞാൻ എന്നിട്ട് ആ കഴിച്ച പോർക്കിന്റെ വില കൊടുക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് അയാൾക്ക് കൊടുത്തപ്പോൾ അയാൾ ഞങ്ങളോട് പറഞ്ഞു എൻ്റെ കാലിലിട്ടിരിക്കുന്ന ഷൂസിന്റെ വില പോലും നിനക്കൊന്നുമില്ല, ഇറങ്ങിപ്പോളാം. അല്ല, അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം എൻ്റെ വൈഫിന്റെ കയ്യിലൊക്കെ ഞാനിങ്ങനെ വലിയ വിലയുള്ള ഷൂസൊക്കെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ എന്നെ വിറ്റ് അത്രയൊന്നും പൈസ കിട്ടൂല. മറ്റേ പഴയ ജോർഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷൂസൊക്കെ ഉണ്ട്, ഭയങ്കര സംഭവമാണ്. നമ്മളെ വിറ്റ് അത്രയൊന്നും പൈസ കിട്ടൂല. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം. പക്ഷേ ഞാൻ അവിടെ ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടാണ് ഇറങ്ങിപ്പോയത്. ഇജാസും ഈ മനുഷ്യരും അവിടെ നിന്നിട്ട് നിങ്ങൾ ഇറക്കി വിട്ടത് ഒരു വ്ളോഗറാന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് അയാൾ അത് അറിയുന്നത്. എനിവേ ഞങ്ങളുടെ അടുത്ത റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ച് ഞങ്ങളെ പണിക്ക് പോയി. ഇതാണ് സംഭവം. നമ്മൾ ചോദിച്ച് ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും പെട്ടെന്ന് തരാൻ പറഞ്ഞത്. അങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അന്ന് ആരും ഒന്നും സംസാരിച്ചിട്ടുണ്ട്. സാധാരണ നോർമലി ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നോർമലി ചിലപ്പോൾ പോസ്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ നമ്മളെ സ്വയം നമുക്ക് തന്നെ ട്രോള് കിട്ടാന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്യാൻ. പക്ഷെ മൃണാൾ ഇത് പോസ്റ്റ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ തമ്മിൽ മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിച്ചിട്ടുള്ള ആൾക്കാരാണ് നരേന്ദ്രമോദി, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചീത്ത വിളിക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്, ഇവരൊക്കെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യരാണ്. അപ്പം ആ ഒരു ഐഡിയോളജിയാണോ ഫോളോ ചെയ്യുന്നത്? അല്ല, നേരെ തിരിച്ചാണത്. അവരെ വിമർശിച്ചത് കൊണ്ടല്ല അവർ പവർഫുൾ ആയത്, അവർ പവർഫുൾ ആയത് കൊണ്ടാണ് അവരെ വിമർശിക്കുന്നത്. അതെ. ഇപ്പൊ നമ്മളിപ്പോ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോ ഒരു റോഡ് സൈഡിലെ കലുങ്ങിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ദിവാരേട്ടനെ എന്തിനാ ഒരാൾ വിമർശിക്കുന്നത്? വിമർശിക്കില്ല. ഇതേ ദിവാരേട്ടൻ അവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് അവിടെ മെമ്പറായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് ആൾക്കാർ വിമർശിക്കും. അതായത് മാങ്ങയുള്ള മാവിലാണ് കല്ലെറിയ എന്ന് പറയുന്ന ആ സെയിം. ഇത് കല്ലെറിയൽ മാത്രമല്ല, അതാണ് അടുത്ത പോയിന്റ്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഞാൻ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ഇന്ന് വരെ ഒരാളെ എൻ്റെ അടുത്ത് വന്നിട്ട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് ദേഷ്യമെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോൾ പുറത്തിറങ്ങി നടന്നാലും എൻ്റെ അടുത്ത് വന്നിട്ട് മൃണാളുടെ സുഖല്ലേ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ കാണാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ അങ്ങനെ അധികം വീഡിയോ ചെയ്യാത്ത, ഇതേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരു ഫ്രസ്ട്രേഷന്റെ മുകളിൽ ചെയ്യുന്ന പരിപാടിയല്ലേ. അതായത് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രത്യേകതയുണ്ട് സോഷ്യൽ മീഡിയയിൽ. അവനൊന്നും ആവാൻ പറ്റുന്നില്ല എന്നുള്ള സംഭവം.
ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ അവര് സോഷ്യൽ മീഡിയ കാണുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ടാണ് എന്നെ കാണുക. ഞാൻ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളത് പള്ളിയിലെ കാര്യം അള്ളാഹ്ക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്റെ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ രാവിലെ നോക്കുന്ന സമയത്ത് അയാള് വലിയൊരു ബെൻസ് കാറിൽ രാവിലെ പോകുന്നു. ഉം. സംഭവം 2.5 കോടി രൂപയുടെ വണ്ടിയായിരിക്കും, അല്ലെ 5 കോടി രൂപയുടെ വണ്ടിയായിരിക്കും സംഭവം. അയാൾ ചിലപ്പോ 3 കോടി രൂപ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കടം മേടിക്കാൻ പോവുമായിരിക്കും. അതെ പക്ഷെ അത് അയാൾക്കല്ലേ അറിയൂ, അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നോവൽ എഴുതുന്ന ഒരാള്, ഞാൻ ഈയിടെ കണ്ടൊരു കാര്യം പറയുന്നത്, ആരെന്ന് ചോദിക്കരുത്. അവരുടെ നോവലുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമാണ്. അവരടുത്ത പുസ്തകം എഴുതാൻ ക്രിയേറ്റീവ് ബ്ലോക്കുമായിട്ട് ഇരിക്കുകയാണ്. എഴുതാൻ പറ്റുന്നില്ല അവര്. റൈറ്റേഴ്സ് ബ്ലോക്ക്. റൈറ്റേഴ്സ് ബ്ലോക്ക്. നിങ്ങള് ഇതാണ് അവനവനെ അറിയൂ അവനവന്റെ സ്ട്രഗിൾ എന്ന് പറയുന്നത് അല്ലേ? അവനവനെ അറിയൂന്ന് മാത്രമല്ല, ഇത് പറഞ്ഞ ഒരാള് വിശ്വസിക്കൂല. വലിയൊരു ബംഗ്ലാവെന്ന് ഇറങ്ങി വരുന്ന ഒരാള്, അയാളുടെ വീടിന് മുമ്പിൽ പിന്നെ ഒരു ബെൻസ് ഉണ്ട്, 2 ബെൻസ് ഉണ്ട്. അതിൽ സൗകര്യമുള്ള ഒരു കാറിൽ കയറി ഡ്രൈവർ ഡ്രൈവ് ചെയ്ത് പോകുന്നു. കാണുന്ന എല്ലാരും അയാൾ ദാരിദ്ര്യം പറഞ്ഞാലും പിന്നെ മറ്റേ പിരിവ് കൊടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കടം കൊടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാക്കുന്നതെന്നല്ലേ പറയൂ. അതെ അതെ. പക്ഷെ അതല്ലേ റിയാലിറ്റി. ചിലപ്പോ നമ്മള് ചില ചായക്കടകൾ കാണും, 1000 ചായയൊക്കെ 2-3 മണിക്കൂർ കൊണ്ട് വിൽക്കുന്ന സ്ഥലം. ചിലപ്പോ അതിന്റെ ഒറ്റയാൾ ഓണറായിരിക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇയാളിങ്ങനെ 10,000 ഉറുപ്പിക ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോ ഒറ്റയാൾ ഓണറില്ലേ, അയാൾ ഹ്യൂജ് ബാക്ക് പെയിനും കൊണ്ടായിരിക്കും ചായ അടിക്കുന്നത്. അതെ അതെ. അത് നമ്മൾ അറിയുന്നില്ലെന്നേ അറിയൂ. ഉള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് മനുഷ്യനല്ലേ, അസൂയ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടാവും. എന്നോട് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ആരോടെ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ഇത് ആരിങ്ങനെ പോസ്റ്റ് ചെയ്യില്ല, നിങ്ങൾ എന്തിനാ പോസ്റ്റ് ചെയ്തത്? എനിക്ക് എന്നെ പറ്റി ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ പറ്റി വേവലാതി ഇല്ല. ബോധേഡല്ല. അല്ല, ഞാൻ എന്തിനാ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? വേറൊരാളുടെ അപ്രൂവൽ ആണോ എനിക്ക് വേണ്ടത്? കറക്റ്റായിട്ട് ഭാര്യ വിളിക്കുന്നു, ഇവളുടെ അപ്രൂവൽ ആണോ എനിക്ക് വേണ്ടത്? ഇവര് ഞാൻ കുഴപ്പമില്ലാത്ത ഒരാളാന്ന് പറയുന്നിടത്തോളം ഞാൻ എന്തിനാണ് എന്നെ ഒരു പരിചയമില്ലാത്ത ഒരാള് എന്ത് ചിന്തിക്കുന്നത് ആലോചിക്കുന്നത്? അതുപോലെ ഈ സംഭവം, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാളെ പറ്റി വിമർശിക്കുന്നു. നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? EMS ഒരു തവണ പ്രസംഗിച്ചതാണ്. ഞാൻ ആ പ്രസംഗം വളരെ ചെറുപ്പത്തിൽ കേട്ടതാണ്. പത്രങ്ങൾ ഇന്ന് എന്നെ പറ്റി നല്ലതാണ് പറഞ്ഞത്, എനിക്ക് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. സാധാരണ അങ്ങനെ വരില്ല. EMS ജീവിച്ചിരുന്ന കാലം മുഴുവൻ EMSനെ വിമർശിക്കുകയായിരുന്നില്ലേ? അതെ. EMS മരിച്ചപ്പോ EMS ആരായി? ഉമ്മൻചാണ്ടി സാർ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ചെയ്ത് കിടക്കുമല്ലേ? പിണറായി വിജയനെ പറ്റി എനിക്ക് കുറ്റം പറയുന്നത് ഡ്രാസ്റ്റിക് ആയിട്ട് കുറയും. എന്തുകൊണ്ട്? തോറ്റു ഇപ്പറയാണ് അത്രേ പാർട്ടി ഉള്ളൂ. ഇല്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും കാലം വിജയിനെ പറ്റിയിട്ട് ഭയങ്കര നല്ലത് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇനി വിജയിനെ വിമർശിക്കാൻ തുടങ്ങും. ഇത് ഞാൻ ഈ മറ്റേ ഉമ്മൻചാണ്ടിയുടെ ലെവലിലുള്ള ആളാന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതൊരു സോഷ്യൽ സിറ്റുവേഷൻ ആണ്. പിന്നെ ഈ അസൂയ കൊണ്ടും സോഷ്യൽ മീഡിയയിലുള്ള വിചാരത്തിൽ ഇയാൾ ഭയങ്കര സംഭവമാണ്, ഇയാൾക്കൊരു പണി കൊടുത്തേക്കാം എന്നുള്ള ആൾക്കാരില്ലേ, അവരൊരു കാലത്തും എവിടെ എത്തില്ല. എന്തുകൊണ്ടെന്നറിയോ? അവനവന് വേണ്ടി അവർ അധ്വാനിക്കുന്നില്ല. ബാക്കിയുള്ള സമയം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച്. ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് അസൂയ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത്, ഈ അസൂയ എന്ന് പറയുന്ന സാധനം വളരെ കുഴപ്പം പിടിച്ച സാധനം. നമുക്ക് ഇത്രയും കാലം കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നന്ദി ഉണ്ടാവുക, അതെ. അല്ലാതെ കിട്ടാത്ത കാര്യത്തിനെ കുറിച്ചാണ് എപ്പോഴും ചിന്ത. സലീം കുമാർ മരിച്ചല്ലോ, ഒരുപാട് പേര് ഇനി ഇങ്ങനെ ഒരാളുണ്ടാവില്ല, ഇദ്ദേഹം ഇത്ര നേരത്തെ മരിച്ചുപോയി, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം ആലോചിച്ചുള്ളൂ, സലീം കുമാറിൻ എന്നെ എത്രത്തോളം എന്റർടൈൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് നന്ദിയല്ലേ ഉണ്ടാവേണ്ടത്? അതെ 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 അതെ. ഇപ്പോഴും അത് പോരെ. അല്ലാതെ ഈ കിട്ടാത്ത നടക്കാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുക, കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുക, റിഗ്രറ്റ് ചെയ്യുക, വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് പിന്നെ ആങ്ഷ്യസ് ആവുക. എന്ത് പ്രയോജനം? പ്രസന്റിൽ ജീവിക്കുന്ന ആളാണോ മൃണാൾ? എപ്പോഴും എനിക്ക് അങ്ങനെ അതിന് മാത്രമേ ജീവിക്കാൻ താല്പര്യമുള്ളൂ. നേരത്തെ എന്നോട് ഒരാള് തിരിച്ചു ചോദിക്കുക, പിന്നെ ഓസ്ട്രേലിയക്ക് വരികയല്ലേ, അപ്പൊ നാളെ ഞാൻ ഓസ്ട്രേലിയക്ക് പോവാണ്, എല്ലാം പാക്ക് ചെയ്തോ? ഞാൻ എന്റെ പെട്ടി എവിടെയാന്ന് പോലും അന്വേഷിച്ചിട്ടില്ല.
എന്തിനാ ഇപ്പൊ നാളത്തെ ഫ്ലൈറ്റിനെ കുറിച്ച് ആലോചിച്ച് ഇന്ന് അതെടുത്തു വെച്ചോ? ഇത് എന്തിനാ ഇപ്പൊ? അങ്ങനെ വേണ്ടേ? എന്തിന്? ഇപ്പൊ എനിക്ക് ഇതിന് മുമ്പും നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യാൻ വെക്കുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ ഹംഗറി മൃണാളിന് പേരിട്ടത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ലാസ്റ്റ് മിനിറ്റിലാണ് ചെയ്യുന്നതെന്ന് പല തവണയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഒരു പ്രീ പ്ലാൻ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിൽ ഇങ്ങനെ പോയാൽ ഇങ്ങനെ വേണം, ഒരു പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവമൊന്നുമല്ല. ഗോ വിത്ത് ഫ്ലോ എന്ന് പറയുന്ന ആ ഒരു ഒഴുക്കിനൊപ്പം പോകാന്നുള്ള രീതിയിലാണ്. ഹംഗറി മൃണാളിന്റെ ഓരോ സാധനവും പ്രീ പ്ലാൻഡ് ആണ്. പേരിന് ഇമ്പോർട്ടൻസ് ഇല്ല. പേരിനല്ല ഇമ്പോർട്ടൻസ്. ഒരു ഇമ്പോർട്ടൻസ് ഇല്ല പേരിന്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, എനിക്ക് മനസ്സിലായില്ല. ലുലു കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനം ലുലു അല്ലേ? അതെ അതെ. ലുലു തുടങ്ങിയിട്ട് അത് പൊട്ടിപ്പോവായിരുന്നു എന്ന് വിചാരിക്കാം. നാട്ടുകാരെന്ത് പറയുന്നറിയോ? അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിനാണെങ്കിൽ ലുലു എന്ന് പേരിടും. എന്ത് പേരാ അത്? ലുലു. അതുകൊണ്ട് അത് പൂട്ടിയത് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലുലു അതൊരു ഗംഭീര ഭയങ്കര പ്ലാൻഡ് ആയിട്ട് എങ്ങനെ പേരിട്ടോന്നും എനിക്കറിയില്ല കേട്ടോ. ദാക്ഷായണി ബിസ്ക്കറ്റ് അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാല്, ബ്രിട്ടാനിയയുടെ മേലെ പോയി കഴിഞ്ഞാല് ആർക്കും ആ പേരിനെ പറ്റി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആൾക്കാർ പറയും ആരാ ബിസ്ക്കറ്റിന് ഇങ്ങനെ പേരിടുക. മമ്മൂട്ടി പറഞ്ഞിട്ടില്ലേ, അദ്ദേഹത്തിനെ മഹാരാജാസിൽ വെച്ചിട്ട് ഒരാള് കളിയാക്കി, ഓ മമ്മൂട്ടി അല്ലേ, ആ മമ്മൂട്ടി ആരാ? പക്ഷെ ഇതിപ്പോ നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാനല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയേക്കാം എന്നുള്ളത്. ശരിക്കും പേരിനൊരു ഇമ്പോർട്ടൻസ് ഇല്ലേ? ഒരു ഇമ്പോർട്ടൻസ്. ശശി കളിയാക്കി പറയില്ലേ, ശശി തരൂരിനെ ആരാ കളിയാക്കുക? ശശി തരൂർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ശശി എന്നുള്ള പേരാണ്, ആ മനുഷ്യൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോഴും പേരില്ലേ? അതിനെന്ത് പ്രശ്നം? അപ്പൊ പേരിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? ഇല്ല, ആ വ്യക്തിക്കാണ് ഇമ്പോർട്ടൻസ്. മാധവിക്കുട്ടി എന്നാണോ പറയുന്നത്, കമലാ സുരയ്യ എന്നാണോ? കുറെ പേര് കമലാ സുരയ്യ എന്ന് പറയും, കുറെ പേര് മാധവിക്കുട്ടി എന്ന് പറയും. ഇപ്പോഴും നിർമ്മാണതലം പൂത്ത കാലത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ ആലോചിക്കുക. അത്രയേ ഉള്ളൂ. അത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. മൃണാളിന്റെ റെസ്റ്റോറന്റില് ഒരുപാട് ബ്ലോഗേഴ്സ് വന്നിട്ട് അവരെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മൃണാള് പല സ്ഥലത്തും പോയി പല കാര്യങ്ങളും പോസിറ്റീവും നെഗറ്റീവ്സും വർഷങ്ങളോളം ഇപ്പൊ 10,000 മുകളിൽ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ ഇതൊക്കെ പറയാതെ എന്നാ പിന്നെ ഇവന്റെ അടുത്ത് പോയി നമുക്കൊന്ന് പറയാം. ആ ഒരു ഇതിലായിരിക്കും എല്ലാരും വന്ന്. ഒരിക്കലും അല്ല. ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ ഇന്നുവരെ അന്വേഷിച്ചിട്ടില്ല. എന്നെ ഉൾപ്പെടുത്തിയിട്ട് വേറൊരാള് ചെയ്ത വീഡിയോ ഒരെണ്ണം മാത്രമേ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഏതാണ്? അത് VD സതീശന് എന്നെ ഇന്റർവ്യൂ ചെയ്ത വീഡിയോ ആണ്. ഞാൻ അദ്ദേഹത്തിനല്ല ഇന്റർവ്യൂ ചെയ്തത്, അദ്ദേഹം എന്നെയാണ് ഇന്റർവ്യൂ ചെയ്തത്. ആ വീഡിയോ ഞാൻ മുഴുവൻ കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ നമ്മളിപ്പോ ചെയ്യുന്ന ഇന്റർവ്യൂ ഇല്ലേ, ഇത് ഞാൻ കാണാൻ പോകുന്നില്ല. ഒരു ഇന്റർവ്യൂ കാണല്ല. ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയിരുന്ന കാലത്ത് സുജിത് ഭക്തൻ എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ, ഇന്നും അതെ ഏറ്റവും വലിയ വ്ളോഗറാണ്. അദ്ദേഹം എന്നെ വെച്ചിട്ട് ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. യൂട്യൂബ് തുറന്നാൽ അവിടെ മാമുക്കയുണ്ട്, ഇവിടെ ശ്രീനിവാസനുണ്ട്, സലികുമാർ ഉണ്ട്. നമ്മളെന്തിനാണ് ഈ ചവറ നമ്മൾ എന്തിനാ കാണാം? ഞാനല്ലേ അതിനകത്തുള്ളത്, ചവറാന്ന് എനിക്കറിയാലോ. ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകൾ യൂട്യൂബിലുണ്ട്. ഞാൻ അത് കണ്ടാ പോരെ? ഒന്ന് ആലോചിച്ച് നോക്കി. കുഞ്ഞിരാമ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? അത്ര പെട്ടെന്ന് റെഡിയാവുന്ന സാറും പ്രതീക്ഷിക്കണ്ട. ഇത് കണ്ട് ചിരിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടാവുമ്പോ മറ്റൊന്നും നമുക്ക് പ്രിഫർ ചെയ്യേണ്ട കാര്യമില്ല. സതീശൻ അദ്ദേഹം ചെയ്ത ഇന്റർവ്യൂ എന്തുകൊണ്ട് ഞാൻ കണ്ടു എന്ന് വെച്ചാല്, എനിക്ക് അതിനകത്ത് മൂപ്പർ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്നെ ഒരാള് അങ്ങനെയുള്ള ഒരു ആള് ഇന്റർവ്യൂ ചെയ്യുന്ന ആദ്യമായിട്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന 5-6 കൊല്ലം മുമ്പാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് ഒന്നും അന്നത്തെ കാലത്ത് കൊടുത്തിട്ടോ ഒന്നുമില്ല. എനിക്കൊന്ന് എന്താ നടന്നേ എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടാണ്. ഇവിടെ വരുന്ന ആളുകളെ കുറിച്ചിട്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല ധാരണയുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ആളുകൾ, അവർക്ക് ഒരു അജണ്ടയും ഇല്ല, ഒന്നുമില്ല. അവരിവിടെ വരുന്നു, അവര് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, എന്നിട്ട് അവരവരുടെ അഭിപ്രായം പറയുന്നു. ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് ആളുകൾ, അവർക്ക് യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും വയറ്റപ്പഴപ്പാണ്. അപ്പോ ഇന്നിപ്പോ ഞാൻ എന്ത് ചെയ്യും? ആരെ വിട്ട് കാശുണ്ടാക്കും? അങ്ങനെയല്ല, ഒരു ജോലിയല്ലേ, ജീവിക്കണ്ടേ, പച്ചരി മേടിക്കണ്ടേ, ചില്ലി ചിക്കൻ തിന്നണ്ടേ? അപ്പോ
ഞാൻ എന്തുകൊണ്ട് ഇതിങ്ങനെ ലൈറ്റ് ആയിട്ട് എടുക്കുന്നത്? ഇത് എന്റെ പ്രധാന വരുമാന മാർഗം അല്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് ലൈറ്റ് ആയിട്ട് എടുക്കാം. ഒരു ടാക്സി ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന പോലെയാണോ നിങ്ങൾ നിങ്ങളുടെ കാർ ഓടിക്കുന്നത്? അല്ല. കാരണം ടാക്സി ഡ്രൈവർക്ക് അത് വരുമാനമാണ്. അയാളത് സൂക്ഷിച്ച് ചെയ്യണം. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയോ പോകുന്നു, നിങ്ങൾ പാട്ടും കേട്ട് തമാശയും പറഞ്ഞ് ലല്ല അല്ലേ? ശരിയാ. രണ്ടും കൂടി വ്യത്യാസമുണ്ട്. ഞാനൊരു തമാശക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ലോറി കുറച്ചു നേരം ഓടിക്കുന്ന പോലെയല്ല KRS ഒരു ലോറി ഡ്രൈവർ ലോറി ഓടിക്കുകയാണോ? അല്ല, രണ്ടും So, വ്യത്യാസമുണ്ട്. ഇത് കച്ചേരി മേടിക്കണ്ടേ, അതായത് വയറ്റിപ്പഴപ്പം ആൾക്കാരും അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് എത്ര ലൈക്ക് കിട്ടും, ഇതിൽ എത്ര ഇന്ററാക്ഷൻസ് ഉണ്ടാവും, പിന്നെ ഇതിന് എത്ര വ്യൂസ് കിട്ടും, ഈ വ്യൂസ് കണ്ട് എന്നെ വേറൊരാൾ കാശ് തന്ന് വീഡിയോ ചെയ്യാൻ വിളിക്കുവോ? അവര് വേറൊരു ബ്രീഡ് ആൾക്കാരാണ്. എനിക്ക് ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. ഞാൻ അവരുടെ ആരുടെയും പുറകെ പോകാറുമില്ല. ഇനി മൂന്നാമതൊരു ഗ്രൂപ്പ് ഉണ്ട്, അവർക്ക് എന്നോട് എന്തോ വിരോധമുണ്ട്, അല്ലെങ്കിൽ ഇവിടെയുള്ള വേറെ എന്തോ കാര്യത്തിനോട് എന്തോ വിരോധമുണ്ട്. ആ വിരോധം തീർക്കാനാണ് അവർ വരുന്നത്. അങ്ങനെ Purpose. ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇപ്പൊ ഇന്ന് അമ്പലത്തിലെ ഉത്സവം അത് ശരിയല്ല. എന്താ അപ്പോ ഇപ്പൊ ബേബി ജീൻ അവന്റെ പാട്ട് അത് ശരിയല്ല. അങ്ങനെയുള്ളവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല. നമ്മൾ ആരെയും തിരുത്തേണ്ട കാര്യമില്ല. ഞാൻ ആദ്യം സ്വയം നന്നാവും, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കിയ പോലെ. ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനൊന്നും അല്ലല്ലോ. ഞാൻ ഇതിനെ ബാക്കി ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, അത് KP ഉമ്മർ പറഞ്ഞാണ്. മനുഷ്യന് തൂറാൻ നേരമില്ല. ഫോൺ വന്നപ്പോഴല്ലേ? ഫോൺ വന്നപ്പോഴല്ലേ? ഞാൻ കണ്ടതാ. എനിവേ, ഇനി ഇത് നാലാമത്തെ ഗ്രൂപ്പ്, അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട്. കുഡ് ബി ഞങ്ങളുടെ കോമ്പറ്റീഷൻ ആവാം. അതിനൊക്കെ ഇവിടെ കുറെ പേര് തെളിവുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഒന്നും പുറകെ പോകാൻ എനിക്ക് താല്പര്യം. ഞാൻ ഇവരോടൊക്കെ പറയാന്ന് വെച്ചാൽ നീ നിന്റെ പണിയെടുക്ക, ഇത് തുരക്കാനെന്തിനാ പോകുന്നു? നമ്മളിവിടെ ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം നല്ലതാണ്, അതിന് ന്യായ വിലയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് എന്ത് പറ്റാനാണ്? ശരിയാണ്. അല്ലേ? ഇവിടെ നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡ് പണിയാണ്. ഭയങ്കര ബ്ലോക്കാണ്. അതെ, ഇന്നലെ മിനിയാന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ടും ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ മുഴുവൻ ആളുണ്ട്. ഇപ്പോഴും അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 100 തരം ആളുകൾ വരും. അവരെല്ലാരും നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. എന്റെ ഭാര്യ ഇപ്പൊ മലയാള മനോരമയിൽ പോയിരിക്കുകയായിരുന്നു. 2-3 സീരിയലുകളും കാര്യങ്ങളൊക്കെ അവള് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവള് ഏഷ്യനെറ്റിൽ പോയിട്ട് ജോലി ചെയ്യാൻ പോവാണ്. ബിഗ് ബോസ് വരാൻ പോവാണ്. ബിഗ് ബോസ് അവളാണ് എന്തൊക്കെയോ ചെയ്യുന്നത്. എനിക്ക് കൃത്യമായിട്ട് വലിയ പിടിയൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട്. ഇന്ന് അവള് എന്നെപ്പറ്റി ചിന്തിക്കുന്നത് ഒരു 100 തവണ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൽ താഴെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്റെ ഒരു ഹേറ്റർ ഉണ്ടല്ലോ 24 മണിക്കൂർ എന്നെ പറ്റി. അപ്പൊ ഞാൻ ഏറ്റവും ചിന്തിക്കേണ്ടത് haters ആയിരിക്കും. എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ 2 അമ്മമാര്, 2 അച്ഛന്മാര്, അത് ഞാൻ ഭാര്യയുടെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ പെങ്ങളില്ലേ, ആ ബ്ലഡി അലവലാതി അവൾ ഇന്നത്തെ ദിവസം എന്നെ പറ്റി ആലോചിച്ചിട്ടേ ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ മറ്റവരങ്ങനല്ല. മറ്റവനാണ് എന്റെ ആള്. അവനല്ലേ നമ്മള് ബഹുമാനം കൊടുക്കേണ്ടത്. അപ്പൊ ഈ ആൾക്കാരുടെ മുഴുവൻ ഒറ്റ വികാരേ ഉള്ളൂ, റെസ്പെക്ട്. ഇത് പറഞ്ഞപ്പോ കണക്ട് ചെയ്ത് ചോദിക്കേണ്ട, അപ്പൊ പരാതിയും പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ ലൈഫിൽ കൊണ്ടു നടക്കുന്ന ആളല്ലേ മൃണാള്? എനിക്കൊന്നും ഓർമ്മ പോലും ഇല്ല. അത് ചുമ്മാ, നമ്മളെല്ലാം മനുഷ്യരല്ലേ. എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു കഥ പറയാം. ഞാൻ ഒരു ദിവസം ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട്, ബാംഗ്ലൂരേക്കാണോ ചെന്നൈയിലേക്കാണെന്ന് അറിയില്ല, എന്തായാലും ബാംഗ്ലൂരേക്കാണ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചെന്നൈയിലേക്ക് എനിക്ക് ഓർമ്മയില്ല, അത് കുറച്ചായി. ഞാൻ എൻ്റെ വണ്ടി എടുത്ത് എയർപോർട്ടിൽ, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പാർക്ക് ചെയ്ത്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എയർപോർട്ട്സിൽ ഒന്നാണ് കൊച്ചി ഇന്റർനാഷണൽ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അവിടുത്തെ ജോലിക്കാർ അവരും ബ്രില്യൻ പിള്ളേരാണ് എല്ലാം. ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭയങ്കര ഫാനാണ്. എന്ന് വെച്ച് ഗൾഫിലേക്ക് പോകുന്ന വിമാനത്തിൽ എന്താ നടക്കുന്നത് എനിക്കറിയില്ല. ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ആകെ ചെന്നൈയിലേക്കും കൊച്ചിയിലേക്കും പിന്നെ മംഗലാപുരം, കോഴിക്കോട്, ഇതിലൊക്കെ ബിസിനസ് ക്ലാസ് ഉണ്ട്. മറ്റത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടുമില്ല, ഞാൻ ഇന്നുവരെ പോയിട്ടുമില്ല. സോ ഈ ബിസിനസ് ക്ലാസ്സിലാണ് യൂഷ്വലി ട്രാവൽ ചെയ്യുന്നത്. ഈ ബിസിനസ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ദയവേത് വിചാരിക്കുന്നത് 10,000 രൂപ വിലയുണ്ടെന്ന് കേട്ടോ. ഞാൻ അവസാനം ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്ത് മാംഗ്ലൂർ ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു മാംഗ്ലൂർ, 2 ടിക്കറ്റിനും കൂടെ ബിസിനസ് ക്ലാസ്സിൽ വെറും 15,000 രൂപയുള്ളൂ. അത്രേ ഉള്ളൂ, 7,500 രൂപയുള്ളൂ. പക്ഷെ ഒരു യൂഷ്വൽ ബിസിനസ് ക്ലാസിന്റെ എല്ലാ സെറ്റപ്പും ഉണ്ട് താനും. എന്തെങ്കിലും ആവട്ടെ, അത് കോടീശ്വരനായോണ്ട് ചെയ്യുന്നതല്ല. ഇത്രയും ചെറിയ പൈസക്ക് ഇങ്ങനെ സാധനം കിട്ടുമ്പോ അതെ, സമാധാനമായിട്ട് പോയിട്ട്
ഇത്തിരി മുടി വെട്ടാൻ 5 രൂപ, കുറച്ച് മുടി വെട്ടാൻ 5 രൂപ. അപ്പൊ നല്ലോണം മുടി വെട്ടിട്ട് 5 രൂപ കൊടുക്കുന്നില്ല ലാഭം. അതുകൊണ്ട് നമുക്ക് മൊട്ടയടിക്കുക, ഷെയ്വ് ചെയ്യാന്ന് പറഞ്ഞത് ലോജിക്. എന്തെങ്കിലും ഞാൻ അവിടെ ചെല്ലുന്നു, ചെക്ക് ഇൻ ചെയ്യുന്നു, ഫ്ലൈറ്റിൽ കയറുമ്പോൾ ബിസിനസ് ക്ലാസ് ഇല്ല, എക്കോണമി ക്ലാസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ ഫ്ലൈ ചെയ്യില്ല, ഞാൻ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വന്നു. നമ്മൾ ബുക്ക് ചെയ്തല്ലേ? ഞാൻ ബുക്ക് ചെയ്തതാണ്. ഞാൻ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വന്നു. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. റീഫണ്ട് ചെയ്തോ? റീഫണ്ടാണ് അവിടുത്തെ പ്രശ്നം. നിങ്ങളുടെ മോളുടെ കല്യാണത്തിന് എന്നെ ബിരിയാണി വെക്കാൻ ഏൽപ്പിച്ച്, ഞാൻ ഉച്ചക്ക് വന്നിട്ട് ബിരിയാണി ഇല്ല, തന്ന കാശ് തിരിച്ചു തരാന്ന് നിങ്ങൾ സമ്മതിക്കുമോ? ഇതെന്തത്? എന്റെ ചോദ്യത്തിന് മിസ്റ്റേക്ക് ഉണ്ട്. റീഫണ്ടോ? എനിക്ക് ബാംഗ്ലൂർ എത്തണ്ടേ, അവിടെ ആൾക്കാർ കാത്തു നിൽക്കുന്നില്ലേ? തെറ്റന്റെ ഭാഗത്താ. എല്ലാത്തിനും റീഫണ്ട് കൊടുക്കാൻ പറ്റില്ല. ചില സാധനങ്ങൾ അതിന്റെ അപ്പുറത്താണ്. ഞാൻ ബാംഗ്ലൂരല്ല, എല്ലാരെയും വിളിച്ചു പറഞ്ഞു ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോവാം. എന്റെ കാർ പുറത്ത് കിടക്കുന്നുണ്ടല്ലോ, ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോവാം. എന്നെ ഡ്രൈവർ ഡ്രോപ്പ് ചെയ്തതല്ല, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് വണ്ടി അവിടെ വെച്ചിട്ട് പോകാം. അന്ന് ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസിന് ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തു, എന്റെ വക്കീലിന് കൊടുത്തു. ദ ഹോൾ ഐഡിയ വാസ് ടു ഭീകരമായ രീതിയിൽ കേസ് കൊടുക്കാനായിരുന്നു. 3 ദിവസം കഴിഞ്ഞു, വക്കീൽ വിളിച്ചു, ഞാൻ പോവാം. എന്റെ ദേഷ്യങ്ങൾ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അവിടെ തീർന്നു. അല്ല, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മാനേജർ അങ്ങനെയുള്ള ആളുകൾ അന്നേരം എന്റെ മുന്നിൽ പെട്ടവർക്കൊക്കെ ലേശം പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അലോക് സിംഗ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഹെഡ്. ഞാൻ അങ്ങേരെ, പക്ഷെ അത് അങ്ങേരെ എന്ന് പറഞ്ഞാൽ അങ്ങേരെ ഞാൻ പോയി കഴുത്തിൽ പിടിച്ചിട്ട് ഒന്നും ചെയ്തു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അങ്ങേർക്ക് ഞാൻ അയച്ച ചില ഡോക്യുമെന്റ്സും മെയിലുകളൊക്കെ പേഴ്സണലി അത് എനിക്കും അങ്ങേർക്കും മാത്രം അറിയുന്ന കാര്യമാണ്. ഇതൊന്നും വേറെ ആരോടും പറയില്ല, ഒന്നും ചെയ്യില്ല. ഇനി ഇന്നലത്തെ വാട്സാപ്പ് മെസ്സേജ് കാണുന്നു, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എയർപോർട്ട് മാനേജറോട് ഞാൻ തമാശ പറയുന്നു. ഞാൻ കാണിച്ചുതരാം, സാധനം ഇവിടെ ഉണ്ടേ. അപ്പം മറക്കൂല്ലേ? അത്രയും മനുഷ്യന്മാരല്ലേ പുള്ളേ, ഇതിലെന്താ പോ അപ്പുറത്തേക്കൊന്നുമില്ല. ഞാനെന്ന് പറയുന്നത് ഒരു മുട്ടായി കണ്ട ചിരിക്കുന്ന, ഒരു പാമ്പിനെ കണ്ട അയ്യോ എന്ന് പറഞ്ഞ് ഓടുന്ന ഒരു സാധാരണ വയറട്ട്, വേറെ ഒന്നുമില്ല. ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും. എനിക്ക് വേറെ മറയൊന്നും ഇല്ലാത്ത ഉള്ളിൽ വച്ചിരിക്കില്ല, അപ്പൊ തന്നെ. സലീം കുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? സിദ്ദിഖിയോടാണ് പറഞ്ഞത്, പഴയ മരിച്ചുപോയ ഡയറക്ടർ സിദ്ദിഖ്. എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ ഒരു ചെയറില്ല. സിദ്ദിഖ് എന്താ, എന്റെ മനസ്സിലൊരു കസേരയില്ല എന്ന് വെച്ചാൽ ഒന്നും എന്റെ മനസ്സിൽ ഇരിക്കൂല. ഇത് സലീം കുമാർ പറഞ്ഞാണ്. ഇതൊന്നും ആലോചിച്ചു ഒരു കാര്യം, അതിന്റെ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിനെ നന്നാക്കാൻ വേണ്ടി ഞാൻ കേസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിനുശേഷം 4 തവണ ഇതേപടി അവർ എനിക്ക് എന്നോട് ചെയ്തിട്ടുണ്ട്. എന്തിന് ഈ ഇജാസ് മറ്റേ ഇറക്കി വിട്ടെന്ന് പറഞ്ഞില്ലേ, ഈ ഇജാസിനെയും കൊണ്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഇതേ സംഭവം ഉണ്ടായിരുന്നു. അന്ന് ബാംഗ്ലൂർ എയർപോർട്ടിൽ ചെറുതായിട്ടൊന്ന് നമ്മൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പോലീസൊക്കെ വന്നു. എന്നിട്ട് പോലീസുകാർ ഞങ്ങളുടെ കൂടെ കൂടി. അത് വേറെ പ്രശ്നം, തീർന്നു, അത് കഴിഞ്ഞു. അത് ദേഷ്യം വരുമോ സങ്കടമാണല്ലോ, അപ്പൊ പ്രകടിപ്പിക്കുക, അപ്പൊ തീർന്നു. ഇപ്പൊ ദേഷ്യം വന്നിട്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് ദേഷ്യം വന്നു, നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പ്രകടിപ്പിക്കാൻ. ചില ആൾക്കാർ ഇങ്ങനെ മിണ്ടാണ്ട് മനസ്സിൽ വെച്ചിട്ട് പണി കൊടുക്കാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എന്റെ പല രീതിയിൽ ആൾക്കാരുണ്ടല്ലോ. അതിനും മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. അതിന് മാത്രമുള്ള യാതൊരു ചിന്താശക്തിയോ ഒന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ കറക്ടർ എന്ന് പറഞ്ഞ വലിയ ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ എന്താ സാധാരണ ഒരു വയറല്ല. അതിനപ്പുറത്തൊന്നുമില്ല ഇവിടെ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.